നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കാണുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രസ്താവന ചോദ്യങ്ങൾ, അതായത് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിലെ പ്രസ്താവന ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ എക്കണോമിക്സ് ആണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം SCRT എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നോട്ട് കൂടെ പ്രിപ്പയർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പ്രസ്താവന ചോദ്യങ്ങളും കിട്ടുന്ന സമയത്ത് അതിനകത്തെ കീ എലമെന്റ്സിനെ നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്നതിന് ശേഷം മാത്രം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. ഓപ്ഷൻ ബി, ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സി, ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ഭാഷ നേപ്പാളിയാണ്. ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവ എല്ലാം ശരിയാണ് എന്നാണ്. അതായത് ഈ 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. 1996 മുതലാണ് RBI എന്ത് ചെയ്തത്? ഇന്ത്യയിൽ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. അതുപോലെ കറൻസിയിൽ, ഇന്ത്യൻ കറൻസിയിൽ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളിയാണ്. 3 പോയിന്റ്സ് ഓർത്തു വെച്ചേക്കാം. 23, എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, പാലക്കാടാണ്. ഇതാണ് എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാടാണ്, മറന്നു പോകരുത്. 24, താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ താഴെ പറയുന്ന ഏത് ബാങ്കിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ല, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് അല്ല, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അല്ല, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്ന് പഠിച്ചു വെച്ചേക്കാം. 5, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? നമ്മൾ SCRTയിൽ പഠിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ സി, 14 ബാങ്കുകളാണ് 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നാഷണലൈസേഷനിന്റെ അണ്ടറിൽ വന്നത് 14. 26, യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? ഫെഡറൽ ബാങ്ക്. നമ്മൾ പരസ്യം കേൾക്കാറുണ്ട്, യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യമാണ്. 28, കൃഷിക്കും 27 താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത്? മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, കിരൺ ആണ്. അപ്പം മുദ്രാ ലോൺ മേളകളിൽ ഉൾപ്പെടുന്ന ശിശു, തരുൺ, കിഷോർ ഇതെല്ലാം മുദ്രാ ലോണുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ എ, കിരൺ മാത്രമേ അതിൽ ഉൾപ്പെടാത്തതായിട്ട് ഉള്ളൂ. 28, കൃഷിക്കും ഗ്രാമവികസനത്തിനു വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? SCRT ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഓപ്ഷൻ സി, 1982 ജൂലൈ 12 നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. 29, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് എന്താണ്? കോർ ബാങ്കിംഗ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയത് SBI ആണ്. ആരാണ്? SBI ആണ്. 30, 2017 ഏപ്രിൽ 1 SBI ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 30, ഓപ്ഷൻ ഡി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ് ആണ് 2017 ഏപ്രിൽ 1 SBI ലയിപ്പിക്കാത്തത്. അപ്പൊ ലയിപ്പിച്ചത് ഏതൊക്കെയാണ്? മൈസൂർ, പാട്യാല, മഹിളാ ബാങ്ക്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു SCRT പഠിച്ചപ്പം. അപ്പൊ ഈ ഇത്രയും പോർഷൻസ് പഠിച്ചു വെക്കുക. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ് ലയിപ്പിച്ചില്ല. 31, GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? GSTയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഓപ്ഷൻ എ, GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ഓപ്ഷൻ ബി, GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. GST എന്നത് 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഓപ്ഷൻ ഡി, GST ബില്ല് രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സക്ഷ്മം. എന്താണ് പ്രോജക്റ്റ് സക്ഷ്മം? അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് തെറ്റാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 അതുപോലെ GST എന്നത് 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുപോലെ GST ബില്ല് രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സക്ഷ്മം അഥവാ SKSSHAM എന്നോട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? ഇപ്പോഴത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ 25ാമത്തെ വ്യക്തിയാണ്, 25ാമത്തെ ആളാണ്. 33 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് മുകളിൽ പറയുന്നവയിൽ ഏതാണ്? 12ാം പഞ്ചവത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 മുതൽ 2017 വരെ ആയിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ ആയിരുന്നു. 34 സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ജനകീയ പദ്ധതി എന്നീ ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങോട്ടൊന്ന് കാണിക്കുകയാണേ, കാണാനൊക്കെ ഇല്ല അല്ലെങ്കിൽ എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി അഥവാ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത് അല്ലെങ്കിൽ ജനകീയ പദ്ധതി ഏതാണ്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 35 ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ്കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ്കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്ന പദം എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ച് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക്, 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഹിന്ദു ജനസംഖ്യയിലെ കുറവ്, 1980 മുതൽ 1980 വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഹിന്ദു ജനതയുടെ കണക്ക്, അതുപോലെ 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ ഉയർന്ന വളർച്ചാ നിരക്ക്. ഇത്രയുമാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്ന അദ്ദേഹം വിശേഷിപ്പിച്ചതിന്റെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 50 മുതൽ 80 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്കിനെയാണ് അദ്ദേഹം ഹിന്ദു വളർച്ചാ നിരക്കെന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഹിന്ദുക്കളുടെ കാര്യമൊന്നുമല്ല, ഒരു പ്രാസം പോലെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്താണ്? 50 മുതൽ 80 വരെയുള്ള നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ആ പതുക്കെ പോക്കിനെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. 36 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവുകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 36 ഡി ആണ് ആൻസർ. 90, 92, 69, 66, 69, 79, 80 കാലഘട്ടങ്ങളിൽ ആനുവൽ പ്ലാൻസ് ആണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. 37 പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് 1952 രൂപം കൊണ്ട NDC ആണ്. NDC എന്നാൽ എന്താണ്? എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് കൗൺസിൽ ആണോ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണോ? നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണോ? നാഷണൽ ഡീസെൻട്രലൈസേഷൻ കൗൺസിൽ ആണോ? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ബി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കുഞ്ഞു രൂപമാണ് NDC എന്ന് പറയുന്നത്. 38 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ 2016 നവംബർ 8 ഇത് പിൻവലിച്ചത്. 39 ഇപ്പോൾ പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കുകയുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? അപ്പൊ 500 രൂപയ്ക്കകത്ത് ചെങ്കോട്ട, 200 രൂപയ്ക്കകത്ത് സാഞ്ചി സ്തൂപം, 200 രൂപയ്ക്കകത്ത് മംഗൾയാൻ, 50 രൂപയ്ക്കകത്ത് ഇന്ത്യൻ പാർലമെന്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 50 രൂപയ്ക്കകത്ത് ഇന്ത്യൻ പാർലമെന്റ് ഇല്ല. അപ്പൊ ബാക്കി ഇത്രയും കാര്യങ്ങൾ ശരിയാണല്ലോ. 200 രൂപയ്ക്കകത്ത് ആരൊക്കെയുണ്ട്? സാഞ്ചി സ്തൂപമുണ്ട്, മംഗൾയാനുണ്ട്, അതുപോലെ 500 രൂപയ്ക്കകത്ത് ചെങ്കോട്ടയും ഉണ്ട്. ഇന്ത്യയിൽ ഡിമോണറ്റൈസേഷൻ അഥവാ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ്? ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം 1954 ആണ്. അപ്പം കറൻസി പിൻവലിച്ചിട്ടുള്ള വർഷങ്ങൾ 46, 2016, 1978. നടത്തിയിട്ടില്ലാത്തത് 54. അപ്പൊ 41 കുറച്ച് മുകളിലായതുകൊണ്ട് ഞാൻ ആ സെക്ഷൻ ഇവിടെ അങ്ങ് വായിച്ചു തുടങ്ങുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവന? 1 ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ലേസിസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം ആൽഫ്രഡ് മാർഷലിന്റെ ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായ വിശ്വേശ്വരയ്യ എഴുതിയ ഗ്രന്ഥമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. അപ്പൊ 4 കാര്യങ്ങൾ. അതിനകത്ത് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശരിയായത് ഏതെന്ന് അറിയാനായിട്ട് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അവിടെ പറയുന്നത് 1, 2, 3, 4 വ്യക്തമായിട്ട് വായിച്ചു നോക്കിക്കേ. ഒന്നുകൂടെ പറയാം.
ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ലേസസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ശരിയല്ലേ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി അല്ലേ? ചോദന നിയമത്തിന്റെ ആൽഫ്രഡ് മാർഷൽ അല്ലേ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 42 ശ്രദ്ധിക്കുക. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി വാക്കർ ആണ് അങ്ങനെ പറഞ്ഞത്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. വാക്കറിന്റെ വാക്കുകളാണ്. ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഒന്നും അല്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ല. 43 ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ കാണാൻ പറ്റുന്നുണ്ടോ? ചുവടെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. ബാങ്കിംഗ്, ഗതാഗതം എന്നീ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? ഒരു സംശയവും വേണ്ട, കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ? 45 ഒരു വർഷം രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ വായിക്കേണ്ട കാര്യമില്ല. ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്നാണ് വിളിക്കുന്നത്. 46 ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ സൈസ് കൂട്ടുന്ന സമയത്ത് പേജ് എല്ലാം നമുക്ക് കിട്ടത്തില്ല, അതാണ് സംഭവം. അപ്പം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 1 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, 2 പ്ലാനിംഗ് കമ്മീഷൻ ആണ്, 3 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, 4 ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 47 UNDP 2018 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 130ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ മാനുഷിക വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ 2018 ആണ്, അത് പുസ്തകത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബി 0.640 ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2018. 48 താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു അഡ്വൈസറി കൂടിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത് ആണ്. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ്. നമുക്കറിയാം എല്ലാം ശരിയാണ്, വായിച്ചതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണെന്നുള്ള അനുമാനത്തിൽ എത്തിച്ചേരാം. 49 നോക്കൂ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി 50 മുതൽ 55 വരെയായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനോബിസ് മാതൃക എന്നാണ്. സി 1ാം പഞ്ചവത്സര പദ്ധതി ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിബി ഗഡാവോ വന്നിരിക്കുന്നത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി 50 സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നോബൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? 2019 നോബൽ സമ്മാന ജേതാക്കളിൽ എക്കണോമിക്സിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ഒലിവർ ഹാർട്ട് ആണ്. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ 20 എണ്ണം പഠിച്ചു. ഇന്നത്തെ സെക്ഷനിൽ ബാക്കി കവർ ചെയ്തു, അതായത് 30 എണ്ണം കവർ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, നല്ലൊരു സെക്ഷനാണ്, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയും കൂടെ PSC ബുള്ളറ്റിൻ അധികൃതമായിട്ട് ഇങ്ങനെ പ്രസ്താവന ചോദ്യങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.